നമ്മളെ മീൻ മുറിക്കൽ പരിപാടി കഴിഞ്ഞു. അയില മുറിച്ചു കഴിഞ്ഞു. ഇനി ചട്ടിയിലേക്കിട്ടാണ് ഇത് മുറിച്ച് നല്ല വരഞ്ഞിങ്ങനെ വരഞ്ഞെടുത്തിട്ടാണ്. അപ്പം മുളകൊക്കെ പിടിക്കുമല്ലോ. ഇതിൻ്റെ തലയും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുറച്ച് മീൻ മാത്രം നമ്മൾ ഇങ്ങനെ ക്ലീൻ ഇപ്പം വറുക്കാനും കറി വെക്കാനും വേണ്ടി എടുത്തിട്ട് ബാക്കിയുള്ള മീൻ നമ്മൾ സൂക്ഷിച്ച് വെക്കും. ഇപ്പോഴേ അതിൽ പിന്നെ മഞ്ഞളും മുളകൊക്കെ തേച്ച് വെച്ചാൽ അത് കേടായി പോകുന്നതാണ് ആളുകൾ അറിയുന്നവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നമ്മളതിൽ ഒരു പാത്രത്തിൽ ഒരു ബോക്സിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെയുള്ളൊരു ബോക്സ് എടുത്തിട്ട് അതിൽ ഈ മീനുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, വൃത്തിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൽ നിറച്ചും വെള്ളം ഒഴിച്ച് വെക്കുക. ഈ മീനിൻ്റെ മേലെ വരെ വെള്ളം നിൽക്കണം. ഇങ്ങനെ വെള്ളമാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി, നല്ല ടൈറ്റായ ഒരു പാത്രത്തിലാക്കി അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഈ മീൻ കേടാവാതെ നിൽക്കും. അത് കേടാവാതെ നിൽക്കും. 1-2 ദിവസങ്ങൾക്ക് ശേഷം എടുത്തിട്ട് നമ്മൾ കറി വെക്കുന്നതിന് കുറച്ച് സമയം മുമ്പേ, ഒരു 1-2 മണിക്കൂർ മുമ്പേ പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ അതിന് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ അതിൻ്റെ ഐസൊക്കെ അലിഞ്ഞിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്നു ചിലരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പം അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഈ മീൻ നമുക്ക് കറി വെക്കാനും ഒക്കെ ഉള്ളതാണ്. ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി, കാണുന്നില്ല അല്ലേ, മുളക് പൊടി കുറച്ച് നല്ലോണം എരിവ് മീനല്ലേ, അപ്പോൾ കുറച്ച് നന്നായിട്ട് എരിവിന് പാകത്തിന് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതാണ് കുരുമുളക് പൊടി, കുറച്ച് നല്ലോണം കുരുമുളക് പൊടി. പിന്നെ ഉപ്പ്, അത് പിന്നെ അളവില്ലല്ലോ, ഉപ്പ് എല്ലാവർക്കും ഓരോ അളവാണ്. ഉപ്പ് പാകത്തിനെന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് ചതച്ചെടുക്കുകയും ചെയ്യാം വീട്ടിൽ നിന്ന്. പക്ഷേ ഇപ്പം എല്ലാം എളുപ്പപ്പണിയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ മീൻ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി പിടിപ്പിക്കണം. ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് കറി വെക്കുകയും വറുക്കുകയൊക്കെ ചെയ്യാം. കുറേ ദിവസം കൂടി മീൻ കിട്ടിയതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും മീൻ കഴിക്കാൻ നല്ല കൊതിയുണ്ട്. അയിലയാണിത്. അയിലൊക്കെ 300 രൂപയാണ് ഇപ്പം ഇവിടെ വില. ഇന്ന് വീട്ടിൽ കൊണ്ടുതരും. നമ്മൾ ഓർഡർ ചെയ്താൽ പറഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുതരും ക്ലീൻ ചെയ്തിട്ട്. അങ്ങനെ കൊണ്ടുവന്ന അയിലയാണ് ഇത്. കാണുന്നുണ്ടോ? ചെറിയ അയില കേട്ടോ, ഇത്ര വലിപ്പമുള്ളൂ. ഒരു വലിയ മത്തീൻ്റെ അത്ര വലിപ്പമേ ഉള്ളൂ. അപ്പം ഇത് നന്നായിട്ടിങ്ങനെ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടികൾ, ഇത് മീൻ ക്ലീൻ ചെയ്തതിൻ്റെ ബാക്കി കച്ചറകളാണ്. അവർ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. എങ്കിലും നമ്മളെ വക ഒരു ക്ലീൻ ഉണ്ടല്ലോ. ഇത് തിന്നാൻ വേണ്ടി കുറച്ച് പൂച്ചകൾ വീട്ടിൻ്റെ പുറത്ത് കരഞ്ഞുകൊണ്ടും ബഹളം വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് അവർക്ക് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അവർക്ക് കൊടുക്കുമ്പോഴുള്ള ബഹളം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇത് ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇത് പിടിക്കാൻ വേണ്ടി വെക്കണമല്ലോ. ആ സമയം കൊണ്ട് നമുക്കത് പൂച്ചക്ക് കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ശരി, ഇതാണ് നമ്മൾ മീൻ കറി വെക്കുന്ന ചട്ടി കേട്ടോ. ഇത് നമ്മൾ ഇവിടെ തന്നെ വാങ്ങിയതാണ്. നല്ല കുഞ്ഞി ചട്ടിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ചട്ടി അത്. ഈ വലിയൊരു ചട്ടിയായിരുന്നു മീൻ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ക്രാക്ക് വീണു. അപ്പോൾ അതിന് ശേഷം ഈ ചട്ടിയാണ് നമ്മൾ വെക്കുന്നത്. വറുത്തതിൻ്റെയും മീൻ കറിയുടെയൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുത്തെങ്കിലും എന്തോ ചില മിസ്റ്റേക്കുകൾ കാരണം വീഡിയോൻ്റെ അത്രയും പോർഷൻ കിട്ടിയില്ല. അതുകൊണ്ട്
ഇത്ര മാത്രം എടുക്കുകയാണ്. മീനിവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളുടെ മീൻ കറി, നല്ല മുളകിട്ട മീൻ കറി റെഡി ആയിട്ടുണ്ട്. കരിവേപ്പിലയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ആക്കിയിട്ടുള്ള കറിയാണിത്. ഇനി വറക്കാനുള്ള മീനിവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഈ വറവ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ മീനും കൂടി വറക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചോറുണ്ണും. അപ്പോൾ ഇന്നത്തെ മീൻകറി വിശേഷം ഇത്രയേ ഉള്ളൂ. ശരി, അപ്പം ഇനി വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.